ഇനി കൊല്ലത്തേക്കാണ്. കൊല്ലം കോർപ്പറേഷനിലെ UDFന്റെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസ് തത്സമയം ചേരുകയാണ്. അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് നമുക്കിപ്പം ഈ മോർണിംഗ് ഷോയിൽ വരുന്നത്. സ്വാഗതം. ഗുഡ് മോർണിംഗ് ശ്രീ ഹഫീസ്. എല്ലാവിധമായ ആശംസകളും. താങ്കൾക്ക് ആശംസകൾ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ പിൻബലവും താങ്കൾക്ക് ഉണ്ടാകും. അപ്പോൾ ശരിക്കും കൊല്ലം കോർപ്പറേഷൻ എത്രയോ കാലത്തിന് ശേഷമാണ് UDF ഭരിക്കാൻ പോകുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ ആദ്യത്തെ UDF മേയറാകാൻ പോകുന്നു താങ്കളെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ക്ലാസ്മേറ്റായ രാജേന്ദ്രബാബു ഒക്കെ അവിടെ CPM മേയറായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നു. ഇപ്പോൾ രാജേന്ദ്രബാബുവിൻ്റെ പരാജയം സംഭവിച്ചു, അതും ഞാൻ അറിയുന്നു. അപ്പോൾ താങ്കൾ ഈ കിട്ടിയ ഒരു അപൂർവ അവസരത്തെക്കുറിച്ച് എന്താ പറയുന്നത്? സംസാരിച്ചിട്ടുണ്ട്. യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞോളൂ താങ്കൾ ഈ അവസരം. ഇത് ഞാനും നമ്മൾ ഒരുമിച്ച് അവിടെ സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. കൊല്ലം നഗരത്തിലെ സമൂലമായൊരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നഗരം എന്ന് പറയുന്നു എന്നുള്ളതൊഴിച്ചാൽ കഴിഞ്ഞ 25 വർഷക്കാലമായി കൊല്ലം കോർപ്പറേഷനിലുണ്ടാക്കിയ ഒരു മാറ്റം എന്ന് പറയാൻ കഴിയുന്നില്ല. നഗരത്തിൻ്റെ ഒരു കോർപ്പറേഷൻ പദവി കിട്ടി എന്നൊഴിച്ചാൽ നഗരത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായും ഏറ്റവും അടിയന്തര പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊല്ലം നഗരത്തിലുണ്ടാകുന്ന സമൂലമായ മാറ്റം. ഏറ്റവും പ്രധാനം മാലിന്യ സംസ്കരണ രംഗത്ത് മാലിന്യം ശേഖരിക്കുന്നതിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു പരാജയം. മാലിന്യം ശേഖരിക്കുന്നതിനും അത് നിക്ഷേപിക്കുന്നതിനും അതിന് അടിയന്തര പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് ഒരു പരിഹാരം കാണുവാൻ തീർച്ചയായും ശ്രമിക്കും എന്നുള്ളതിനൊരു സംശയവും വേണ്ട. ഓക്കെ, ശരി ഹഫീസ്, നമ്മുടെ കുടുംബാംഗങ്ങളെ ഇത് പരിചയപ്പെടുത്തിയില്ല. കാരണം അവർ സ്ക്രീനിൽ കാണുകയാണ് പ്രേക്ഷകർ. ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാം. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഭാര്യ സുലേഖ, മകൻ അപ്പൊ താങ്കള് ഭാര്യയ്ക്ക് ഒരു മൈക്ക് കൊടുക്കൂ. കാര്യം ഒരു മേയറെ ഭരിക്കേണ്ട ആളാ റസാൻ. തീർച്ചയായിട്ടും വലിയൊരു ചുമതലയാണ് താങ്കൾക്ക് വരുന്നത്. കൊല്ലത്തെ മേയറെ താങ്കൾക്ക് ഭരിക്കേണ്ടി വരും. കൊല്ലം മേയർ കൊല്ലം ഭരിക്കും, കൊല്ലം മേയറെ വീട്ടിൽ താങ്കൾ ഭരിക്കും. അപ്പോൾ ആരുടെ ഭരിപ്പായിരിക്കും ബെറ്റർ? അപ്പോൾ ഒരുപക്ഷെ താങ്കൾ ഇങ്ങനെ ഒരു പദവി ഹസ്ബൻഡിന് കിട്ടും. ഞാൻ കൊല്ലത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.